അങ്ങനെ നമ്മുടെ MTS എക്സാമിനേഷന്റെ ആൻസർ കീ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയിരിക്കുക, ഇത് പ്രകാരം കട്ട് ഓഫ് എത്രയായിരിക്കും വരാനായിട്ട് പോകുന്നത്, കൂടാതെ ഈ ആൻസർ കീ എങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ SSC ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ കീ ആണിത്. ഇത് സിംപ്ലി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ എഴുതിയിരിക്കുന്ന എക്സാമിനേഷൻ പ്രകാരം നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ലീവ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആൻസർ ചെയ്തതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് റോങ് എന്നൊക്കെ നമ്മളുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയേ ഈ ആൻസർ കീ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ സിംപ്ലി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് നേരെ നിങ്ങളുടെ SSCയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈലിലോട്ട് അങ്ങ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ MTS പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെങ്കിൽ എങ്ങും തപ്പി പോകണ്ട, അവിടെ നിങ്ങളുടെ ആൻസർ കീ കിടക്കുന്നുണ്ടാവും. നേരെ ആൻസർ കീ നോക്കുക. അതിൽ നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വിട്ടിരിക്കുന്നത്, അതിൽ മാർക്ക് ചെയ്ത ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ശരിയായിട്ടുള്ളത് തുടങ്ങിയവയെല്ലാം കൃത്യമായിട്ട് കളർ കോഡിങ്ങോടുകൂടി തന്നിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ തന്നെയാണ് ശരിയെങ്കിൽ ഗ്രീൻ ആയിരിക്കും. ഇനി നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ റെഡ് ആയിരിക്കും കിട്ടുക. ഇനി നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല ശരിയായിട്ട് കിടക്കുന്നെങ്കിൽ അവിടെ യെല്ലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അൺആൻസേർഡ് ആണെങ്കിൽ അതൊരു ഗ്രേ കളറിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു കളർ കോഡിംഗ് പ്രകാരം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ആൻസർ കീ വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പൊ നിലവിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റോ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പ്രൊഡിക്ട് ചെയ്യാം, നമുക്ക് വരാനിരിക്കുന്ന കട്ട് ഓഫ് പ്രൊഡിക്ട് ചെയ്യാം. അപ്പോൾ കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ടൊരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. MTS എക്സാമിനേഷൻ കഴിഞ്ഞ് തൊട്ട് പുറകെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക. ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ സേഫ് സോൺ ആണ് എന്ന് അങ്ങോട്ടൊക്കെ ഉറപ്പിച്ചേക്കുക. അതായത് ഏകദേശം ആ ഒരു റേഞ്ചിൽ വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പിന്നെ ഈ ഒരു ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും വന്ന് ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും അവരുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ എത്രയോ പേര് എക്സാം എഴുതിയിട്ടുണ്ടാവും. ഇവരുടെ എല്ലാവരുടെയും മാർക്ക് സമ്മപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ ഇത്ര പേർക്ക് ഇത്ര മാർക്ക് കിട്ടി അങ്ങനെയൊന്നും നമുക്ക് ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് SSCയുടെ നോർമലൈസേഷൻ പ്രക്രിയയും പ്രൊസീജിയറും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നോർമലൈസേഷൻ നടക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊന്ന് കയറി കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ ഒരു ആൻസർ കീ പുറത്തു വന്നുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആൻസർ കീ കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് തിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഥവാ നമുക്ക് ചലഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ SSCയുടെ ആൻസർ കീ പ്രകാരം തെറ്റാണ് എന്ന് ഉറപ്പുണ്ട്. അതായത് നമ്മൾ പറയാണ് ഈ ഒരു 2 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യനും ശരിയായിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു 2 ആൻസറും ശരിയായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തോന്നാം. അപ്പൊ ചിലപ്പോൾ അത് ശരിയാവാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ആൻസർ കീ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ 2 ഓപ്ഷൻസ് ശരി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മളും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ആക്സസ് ഉള്ളൂ. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ്, നിങ്ങൾക്ക് സ്വയം ചലഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ നേരെ നമ്മളുടെ ഒരു 50 രൂപ ഫീസ് അടച്ചാൽ മതി. നമുക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനൊരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നലെ ആൻസർ കീ വന്നിട്ടുള്ള 3-ാം തീയതി മുതൽ അതുപോലെ തന്നെ 6-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മുന്നേ വരെ മാത്രമേ ഈ ഒരു ആൻസർ കീ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 50 രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കണം. അതായത് ഓരോ ചലഞ്ചിനും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിലാണ് ഇതുപോലെ ആൻസർ കീ SSCയുടെ ആൻസർ കീ പ്രകാരം തെറ്റാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, 50 രൂപ അടയ്ക്കണം. അപ്പൊ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 100 രൂപ അടയ്ക്കണം. അപ്പൊ നന്നായിട്ട് ഷുവർ ആയിട്ടൊന്ന് ഉറപ്പിക്കുക ആ ഒരു ആൻസർ തെറ്റാണോ, അല്ലെങ്കിൽ SSCക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തത് പ്രകാരം ഇതുപോലെ 2-3 ഓപ്ഷൻസ് ഒക്കെ വന്നുകൂടെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ ആകെ തെറ്റാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ സഹിതം ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അങ്ങനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആൻസറിലേക്ക് എത്തിക്കാനോ അതല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ മൊത്തത്തിൽ എലിമിനേറ്റ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ അതുകൂടി നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമ്മുടെ മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ഇത് പ്രകാരം നമുക്ക് ഒരിക്കലും നമ്മളുടെ കട്ട് ഓഫ് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലരും പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ആൻസർ കീ പുറത്തേക്ക് വന്നു, കട്ട് ഓഫ് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഏകദേശം ഇത്രയും വർഷത്തെ SSC എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ വെച്ചും ഈ വർഷത്തെ എക്സാമിനേഷന്റെ ഒരു ഓവറോൾ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് പ്രകാരം ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു കട്ട് ഓഫിന്റെ വീഡിയോ ചെയ്യാം. അത് ഞാനും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഒരിക്കലും നമുക്ക് ഒരു ആൻസർ കീ പ്രകാരം കട്ട് ഓഫിന്റെ വിലയിരുത്തൽ ഒന്നും നടത്താൻ പറ്റില്ല. നമുക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് പ്രൊസീജിയേഴ്സിന് ശേഷം മാത്രമേ യഥാർത്ഥ കട്ട് ഓഫ് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ SSCയുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് വന്നാലും ശരി ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോ. ഈ പറഞ്ഞ പോലെ 828122
8366 8281223366 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കളക്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടാവും, അതൊന്ന് ഫില്ല് ചെയ്താലും മതി, നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കോൾ വന്നോളും എന്താണ് നിങ്ങളുടെ ക്വയറി എന്ന്. കൂടാതെ നിങ്ങൾക്ക് SSC പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഫ്രീ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് എന്ത് കാര്യം വേണമെങ്കിലും ശരി നമ്മുടെ യൂട്യൂബും ടെലിഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. കൂടാതെ നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നമ്മളുടെ ഫ്രീ ക്ലാസ്സും ഡെമോ ക്ലാസ്സും ഫ്രീ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കുക. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ MTS പരീക്ഷയുടെ ഇപ്പോൾ ആൻസർ കീ വന്നു, എനിക്ക് പ്രതീക്ഷിച്ച പോലുള്ള മാർക്ക് കിട്ടിയോ അതല്ലെങ്കിൽ ഞാൻ കട്ട് ഓഫിന്റെ അടുത്താണെന്ന് ഓർത്ത് ആരും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഏകദേശം ഒരു റേഞ്ചിൽ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ അതിനേക്കാളും കൂടുകയാനോ കുറയാനോ ഒക്കെ ഉള്ള സാധ്യത നമുക്ക് ഇവിടെയുണ്ട്. സോ നിലവിൽ നമുക്ക് അത്യാവശ്യം ഒരു അടുത്ത് നിൽക്കുന്ന ഒരു സ്കോർ വരുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളൊക്കെ പോലെ ഒരു നല്ല സ്കോറിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുക, നമ്മൾ മാക്സിമം എഫേർട്ട് ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുക, ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു സ്കോർ വന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഇനിയും ട്രൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, ഒരിക്കലും തോറ്റു കൊടുക്കാതിരിക്കുക. അപ്പോൾ ആൻസർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ, നമുക്ക് ബാക്കി റിസൾട്ട് വരുമ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.